ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 274 തുടർച്ച. ശാരീരികവും ആത്മീയവുമായ കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. ഇത് കൃതജ്ഞതയുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയാണ്, അനുകരിക്കേണ്ട ഒരു കടമയും. കുട്ടികൾക്ക് ആവശ്യമായ അപ്പം അവരുടെ അപ്പൻ നേടിക്കൊടുക്കുന്നതിനാൽ മക്കൾ അപ്പനോട് നന്ദിയുള്ളവരാണ്. അവർ വളർന്നു വലുതായി കഴിയുമ്പോൾ അപ്പനെ അനുകരിച്ച് ജോലി ചെയ്യുവാൻ അവരുടെ മക്കൾക്കും പ്രായാധിക്യത്താൽ ഇപ്പോൾ ജോലി ചെയ്യുവാൻ കഴിവില്ലാത്ത അപ്പനും ഭക്ഷണം സമ്പാദിച്ചു കൊടുക്കുന്നു. സ്വീകരിച്ച നന്മയ്ക്ക് ഉചിതമായ സ്നേഹം നിറഞ്ഞ പ്രതിഫലം. 4-ാം പ്രമാണം ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അവരുടെ പ്രായാധിക്യത്തെ ബഹുമാനിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ്. ഭക്ഷണത്തിനായി മറ്റുള്ളവരോട് യാചിക്കേണ്ട ആവശ്യം ഉണ്ടാകാനിടയാകരുത്. എന്നാൽ 4-ാം പ്രമാണത്തിനു മുമ്പുള്ള 1-ാമത്തെ പ്രമാണം നിന്റെ സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്നും 2-ാമത്തെ പ്രമാണം നിന്നെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതും പഠിപ്പിക്കുന്നു. ദൈവത്തെ അവനിൽ തന്നെ സ്നേഹിക്കുകയും ദൈവത്തെ അയൽക്കാരനിൽ സ്നേഹിക്കുകയും ചെയ്യുന്നത് പരിപൂർണതയാണ്. എത്രയോ പ്രാവശ്യം അത്ഭുതം ചെയ്ത് ദൈവം മനുഷ്യന്റെ വിശപ്പ് തീർത്തിട്ടുണ്ടെന്ന് ഓർത്തുകൊണ്ട് വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയാണ് ഒരുവൻ ചെയ്യുന്നത്. മന്നായും കാടപ്പക്ഷികളും നൽകി മനുഷ്യന്റെ വിശപ്പടക്കിയത് ഇപ്പോൾ പരിഗണിക്കാതെ തുടർച്ചയായി മനുഷ്യന് ധാന്യം നൽകുന്ന അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ധാന്യമണികൾ കിളിർക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹ ധാരാളിത നിമിത്തമല്ലേ? കൃഷിക്ക് ഉപകരിക്കുന്ന ഭൂമി ദൈവം മനുഷ്യന് നൽകുന്നു. മഴയും വെയിലും അനുകൂലമായ കാലാവസ്ഥകളും നൽകി ഗോതമ്പിനെ പൊടിയാക്കി ധാന്യമാക്കി അപ്പമാക്കി തരുന്നു. തെറ്റ് ചെയ്ത മകനെ എന്തെല്ലാം ദൈവം പഠിപ്പിച്ചു? സ്വഭാവാതീത പ്രകാശത്താൽ പഠിപ്പിച്ചു. നീളമുള്ള ആ പുല്ലിന്റെ അറ്റത്ത് ധാന്യമണികൾ അവയുടെ പരിപരിപ്പുള്ള തോടിനുള്ളിൽ വച്ചിരിക്കുന്നത് ഭക്ഷണമാണെന്നും അത് മനുഷ്യൻ പറിച്ചെടുത്ത് കുത്തി പൊടിച്ച് കുഴച്ച് അപ്പമുണ്ടാക്കാമെന്നും. ദൈവമാണ് മനുഷ്യനെ ഇതെല്ലാം പഠിപ്പിച്ചത്. എങ്ങനെയാണ് അത് ശേഖരിക്കുന്നത്, തോട് നീക്കുന്നത്, പൊടിക്കുന്നത്, കുഴച്ച് അപ്പമുണ്ടാക്കുന്നത്? ഇങ്ങനെയെല്ലാം ദൈവമാണ് പഠിപ്പിച്ചത്. അവൻ കതിരുകൾക്കടുത്ത് കല്ലും കല്ലിനടുത്ത് വെള്ളവും വച്ചു. സൂര്യനും വെള്ളവും ചേർന്നുണ്ടാകുന്ന പ്രതിഫലനത്താൽ അവർ ഭൂമിയിൽ ആദ്യമായി തീ കത്തിച്ചു. കാറ്റു വീശിയപ്പോൾ ഏതാനും ധാന്യമണികൾ പറന്ന് തീയിൽ വീണ് ഹിതകരമായ വാസന പുറപ്പെടുവിച്ചു. തീയിൽ വറുക്കുകയാണെങ്കിൽ പക്ഷികൾ തിന്നുന്നത് പോലെയോ വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ച് പശയുള്ളതാക്കുന്നത് പോലെയോ അല്ല, അതിലും നല്ലതായിരിക്കുമെന്ന് മനുഷ്യന് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന നല്ല അപ്പം വീട്ടിലെ അടുപ്പിൽ വേവിച്ചെടുക്കുന്നു. കുതിര ചവച്ച് തിന്നുന്നത് പോലെ ആദ്യം തിന്നിരുന്ന മനുഷ്യൻ അതിൽ നിന്ന് എത്രയധികം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. എത്രമാത്രം കരുണയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ആരാണ് ഈ നന്മയെല്ലാം തന്നത്? അപ്പത്തിന്റെ ദാതാവ്. ലോകം മുഴുവനിലുള്ള എല്ലാത്തരം ഭക്ഷ്യങ്ങളുടെയും കാര്യം ഇങ്ങനെ തന്നെ. ദൈവം തൻ്റെ ഇഷ്ടദാനമായ പ്രകാശത്താൽ മനുഷ്യന് കഴിവ് നൽകിയതിനാൽ എല്ലാത്തരം സസ്യങ്ങളിലും നിന്നും ഉചിതമായവ തിരഞ്ഞെടുക്കുവാനും തയ്യാറാക്കുവാനും മനുഷ്യന് കഴിഞ്ഞു. കുറ്റം ചെയ്ത പുത്രനെ പിതാവ് ശിക്ഷിച്ചു വിട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ സ്രഷ്ടാവ് എത്രയധികം സസ്യങ്ങളെയും മൃഗങ്ങളെയും വളർത്തുന്നു. അതുകൊണ്ട് വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നത് കർത്താവായ ദൈവത്തോടുള്ള നന്ദിയുടെ ഒരു പ്രാർത്ഥനയാണ്. പിതാവാണല്ലോ നമ്മുടെ വിശപ്പ് ശമിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി പിതാവിനെ നമ്മൾ അനുകരിക്കുകയാണ് ചെയ്യുക. തൻ്റെ സാദൃശ്യം ഇഷ്ടദാനമായി നമുക്ക് നൽകിയിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തിയെ നമ്മിൽ വളർത്താൻ ശ്രമിക്കണം.
ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക. പിതാവ് ഭൂമിയിൽ മഴ പെയ്യിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ദൈവം ഇങ്ങനെ നമ്മോട് പറയുകയാണെങ്കിൽ നമുക്ക് എതിർക്കാനോ ശപിക്കാനോ കഴിയുമോ? ദാഹിക്കുന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ക്രൂരത നിറഞ്ഞ കരുണാരാഹിത്യ നിമിത്തം മേഘങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ തടയുമെന്ന്. ഗോതമ്പിനേക്കാൾ വെള്ളം ദൈവത്തിന് സ്വന്തമാണ്. കാരണം ഗോതമ്പ് മനുഷ്യൻ കൃഷി ചെയ്യുന്നു, എന്നാൽ മേഘങ്ങളുടെ വയലിൽ കൃഷി ചെയ്യുന്നത് ദൈവമാണ്. ആ മേഘങ്ങൾ മഴയായും മഞ്ഞായും മൂടൽമഞ്ഞായും മഞ്ഞുതുള്ളികളായും ഭൂമിയിലേക്കിറങ്ങി വയലുകളെ ഫലഭൂയിഷ്ടമാക്കുന്നു. ജലസംഭരണികൾ, നദികൾ, തടാകങ്ങൾ ഇവ നിറയ്ക്കുന്നു. മനുഷ്യന്റെ വിശപ്പടക്കുന്ന മത്സ്യങ്ങൾ, മൃഗങ്ങൾ ഇവയ്ക്ക് സംരക്ഷണം നൽകുന്നു. എനിക്കൊന്ന് കുടിക്കാൻ തരിക എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഇല്ല, സാധ്യമല്ല, ഇത് എൻ്റെ വെള്ളമാണ്, നിനക്ക് അത് തരികയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കള്ളം പറയുന്നവർ പെയ്തു വീഴുന്ന മഞ്ഞിന്റെ ഒരു ചെറുപാളി അഥവാ മഴയുടെ ഒരു തുള്ളി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വസ്ത്രം പോലെയുള്ള ഒരു മഞ്ഞുതുള്ളിയെ ആരെങ്കിലും സ്വന്തം നക്ഷത്രമായ ചൂടിനാൽ നീരാവിയാക്കിയിട്ടുണ്ടോ? ആരുമില്ല. ഇതെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. ജലം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നെങ്കിൽ അത് ദൈവം മറ്റ് സൃഷ്ടിജാലങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ അവയെയും നിയന്ത്രിക്കുന്നത് നിമിത്തമാണ്. അതുകൊണ്ട് ദാഹിച്ചു വരുന്നവർക്ക് ജലം കൊടുക്കുക. അത് ഭൂമിയിലെ അരുവികളിൽ നിന്നും വരുന്ന തണുത്ത ജലമാകാം, നിങ്ങളുടെ കിണറ്റിലെ ശുദ്ധജലമാകാം, നിങ്ങളുടെ സംഭരണികളിൽ സൂക്ഷിച്ചിരിക്കുന്നതാകാം. ഏതായാലും അത് ദൈവത്തിന്റെ ജലമാണ്. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ദാഹിക്കുന്നവർക്ക് അത് കൊടുക്കുക. ഇത്രയും ചെറിയ ഒരു പ്രവൃത്തിക്ക് അതിന് പണച്ചെലവില്ല. ഒരു കപ്പ് അഥവാ ഒരു ജഗ് എടുത്തു കൊടുക്കുന്ന അധ്വാനം മാത്രമല്ലേയുള്ളൂ. അതിനുള്ള പ്രതിസമ്മാനം സ്വർഗത്തിൽ ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം വെള്ളമല്ല, ഉപവിയുടെ ആ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ കണ്ണുകളിലും തീരുമാനത്തിലും പ്രാധാന്യമുള്ളത്. ദരിദ്രർക്ക് വസ്ത്രം നൽകുക. നഗ്നരായവർ, ലജ്ജിതരായവർ, ദയനീയമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ വഴിയിലൂടെ കടന്നു പോകുന്നു. ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങൾ, രോഗം അഥവാ ആപത്തുകളും അനർത്ഥങ്ങളും നിമിത്തം ഒന്നിനും കഴിവില്ലാത്തവർ, കർത്താവിന്റെ കാരുണ്യാധിക്യത്താൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കുഷ്ഠരോഗികൾ, കുട്ടികളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന വിധവകൾ, അനർത്ഥങ്ങൾ നിമിത്തം യാതൊരു വിധത്തിലും ആശ്വാസമില്ലാത്തവർ, നിഷ്കളങ്കരായ അനാഥ കുട്ടികൾ. ഞാൻ ലോകമൊട്ടാകെ ഒന്ന് കണ്ണോടിച്ചാൽ നഗ്നരായവരെ, കീറത്തുണി ചുറ്റിയിരിക്കുന്നവരെ, കഷ്ടിച്ച് നഗ്നത മറച്ചാലും തണുപ്പിൽ നിന്ന് ഒരു സംരക്ഷണവും ഇല്ലാത്തവരെ, ഇങ്ങനെ ധാരാളം പേരെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് കാണാൻ കഴിയും. അവരെല്ലാം നല്ല മാർദ്ദവമുള്ള വസ്ത്രങ്ങളും മയമുള്ള ചെരുപ്പുകളും ധരിച്ച് വഴിയിലൂടെ കടന്നു പോകുന്ന സമ്പന്നരെ നോക്കി കണ്ണുകൾ താഴ്ത്തി നിൽക്കും. അവരിൽ നല്ലവർക്ക് ദൃഷ്ടി താഴും, എന്നാലും കാരുണ്യമാണ് ഹൃദയത്തിൽ. എന്നാൽ നല്ലവരല്ലാത്തവരിൽ താണ ദൃഷ്ടിയും ഉള്ളിൽ വൈരാഗ്യവും ഉളവാകുന്നു. അവരുടെ മനസ്സിടിവിൽ അവരെ സഹായിച്ചുകൊണ്ട് നല്ലവരെ കൂടുതൽ നന്നാക്കുവാനും അത്ര നല്ലവരല്ലാത്തവരെ വൈരാഗ്യത്തിൽ നിന്നും മോചിക്കാനും നിങ്ങളുടെ സ്നേഹം കൊണ്ട് സഹായിക്കാത്തത് എന്തുകൊണ്ട്? എൻ്റെ ആവശ്യത്തിനു വേണ്ടി മാത്രമേ എനിക്കുള്ളൂ എന്ന് നിങ്ങൾ പറയരുത്. അപ്പത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ എപ്പോഴും മേശപ്പുറത്തും അലമാരിയിലും എന്തെങ്കിലും മിച്ചം കാണും. നിങ്ങൾ അത്ര പാപ്പരല്ലെങ്കിൽ. ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഒന്നിലധികം പേർ ഉപേക്ഷിച്ച് മാറ്റിവച്ച വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അനാഥ ബാലന് അഥവാ ദരിദ്രനായ കുട്ടിക്ക് ഉടുപ്പ് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. പഴയ കിടക്കവിരി ഉപയോഗിച്ച് കളങ്കമില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിന് പിള്ളക്കച്ചകളാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വർഷങ്ങളായി ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന ഒരുവനുണ്ട്.
അയാൾ ഭിക്ഷാടനം ചെയ്ത് ലഭിക്കുന്ന ഭക്ഷണം വീടുകളിൽ പോയി ഭിക്ഷ യാചിക്കാൻ കഴിവില്ലാത്ത ഒരു കുഷ്ഠരോഗിയുമായി പങ്കുവച്ച് കഴിയുന്നു. ഞാൻ ഗൗരവമായി പറയുന്നു, ഇതുപോലെ കാരുണ്യമുള്ള ആളുകളെ സമ്പന്നന്മാരുടെ ഇടയിൽ കണ്ടെത്തുകയില്ല. നേരെ മറിച്ച് ദാരിദ്ര്യത്തിന്റെ സമൂഹങ്ങളിലാണ് കാണുക. ഇവിടെയും ജലത്തിന്റെയും അപ്പത്തിന്റെയും കാര്യത്തിൽ എന്ന പോലെ രോമവും പഞ്ഞിയും ദൈവം സമ്പന്നർക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കണം. ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രോമവും പഞ്ഞിയും മൃഗങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇവയെ ദൈവം എല്ലാവർക്കുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ദൈവം മനുഷ്യന് സമ്പത്തായി ഒന്നു മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കൃപാവരം, ആരോഗ്യം, ബുദ്ധിശക്തി. ഇവ മലിനമായ സമ്പത്താകുന്ന സ്വർണമല്ല. നിഷ്പ്രയോജനമായ ഒരു മഹിമ കൊടുത്ത് നിങ്ങൾ അതിനെ ഉയർത്തി സ്ഥാപിച്ചിരിക്കുകയല്ലേ. എന്നാൽ ഒരു ലോഹം എന്ന നിലയ്ക്ക് അത് മറ്റ് ലോഹങ്ങളെക്കാൾ സുന്ദരവുമല്ല, ഉപയോഗപ്രദമല്ല, ഇരുമ്പിനേക്കാൾ ഉപയോഗശൂന്യവുമാണ്. ഇരുമ്പുകൊണ്ട് തൂമ്പ, കലപ്പ, അരിവാൾ, ഉളി, ചുറ്റിക, അറക്കവാൾ, ചിന്തേര് കൂടാതെ വിശുദ്ധമായ ജോലികൾക്ക് വിശുദ്ധമായ ഉപകരണങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നു. സാത്താന്റെ പ്രേരണ കൊണ്ടാണ് നിങ്ങൾ അതിനെ വേണ്ടാത്ത ഉന്നത സ്ഥാനത്ത് കയറ്റി വച്ചിരിക്കുന്നത്. എന്നിട്ടോ ദൈവത്തിന്റെ മക്കളായ നിങ്ങളെ അവൻ മൃഗങ്ങളെ പോലെ കാഠിന്യമുള്ളവരാക്കി. നിങ്ങൾക്ക് ദൈവം വിശുദ്ധമായ സമ്പത്ത് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശുദ്ധിയുള്ളവരാക്കാനാണ് തന്നിരിക്കുന്നത്. കൊലക്കുറ്റം ചേർന്നിരിക്കുന്ന ഈ സാധനം ധാരാളം രക്തച്ചൊരിച്ചിലിനും കണ്ണീരിനും കാരണമാകുന്ന ഇതല്ല ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്. നിങ്ങൾക്ക് ലഭിച്ചതുപോലെ നിങ്ങളും കൊടുക്കുക. കൊടുത്താൽ നിങ്ങൾ നഗ്നരായി പോകുമോ എന്ന് ഭയപ്പെടാതെ കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുക. ഒരു ഭിക്ഷുവിനു വേണ്ടി നിങ്ങളുടെ വസ്ത്രം കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ തണുപ്പ് പിടിച്ച് മരിക്കുന്നതാണ് ഉപവിക്കുറവ് മൂലം നിങ്ങൾ മൃദുല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ മരവിപ്പിക്കുന്നതിനേക്കാൾ ഭേദം. നിർവഹിക്കപ്പെട്ട ഒരു സൽപ്രവൃത്തിയുടെ ചെറു ചൂട് തനി രോമം കൊണ്ടുള്ള ഒരു മേലങ്കി പുതച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സുഖപ്രദമായിരിക്കും. വസ്ത്രം ധരിപ്പിക്കപ്പെട്ട് ദരിദ്രരായ ആളുകൾ ദൈവത്തോട് പറയും, ഞങ്ങളെ വസ്ത്രം ധരിപ്പിച്ചവരെ അനുഗ്രഹിക്കൂ എന്ന്. വിശക്കുകയും ദാഹിക്കുകയും നഗ്നരായിരിക്കുകയും ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പരിശുദ്ധമായ മിതത്വവും അനുഗ്രഹീതമായ നീതിയും ഏറ്റവും പരിശുദ്ധമായ ഉപവിയും ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ആ വിശുദ്ധി വഴി നിർഭാഗ്യരായ നമ്മുടെ ദരിദ്ര സഹോദരങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയായിരിക്കും നമ്മൾ ചെയ്യുക. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ധാരാളമായി ലഭിച്ചിട്ടുള്ളതിൽ നിന്നാണ് ഇല്ലാത്തവർക്ക് നമ്മൾ നൽകുന്നത്. രോഗനിമിത്തമോ മനുഷ്യരുടെ ദുഷ്ടത നിമിത്തമോ ദരിദ്രരായി തീർന്നവരായിരിക്കാം അവർ. എന്നാൽ തീർത്ഥാടകർക്ക് ആതിഥ്യം നൽകുക എന്നത് ഉപവിയെ പ്രത്യാശയോട് ചേർക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അയൽക്കാർക്ക് നമ്മോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാരണം സത്യസന്ധനായ മനുഷ്യൻ നീതിയായി പ്രവർത്തിക്കുന്നു. നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് മറ്റുള്ള ആളുകളും നമ്മെപ്പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാകുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ സത്യമാണെന്ന് വിചാരിക്കുന്ന നമ്മുടെ ശുദ്ധഗതിയും വിശ്വാസവും കാണിക്കുന്നത് ഇതെല്ലാം കേൾക്കുന്ന ആൾ പ്രധാനവും അപ്രധാനവുമായ എല്ലാ കാര്യങ്ങളിലും സത്യമേ പറയൂ എന്നും മറ്റുള്ളവർ പറയുന്നതിൽ ഒട്ടും അവിശ്വാസം കാണിക്കുകയില്ലെന്നുമാണ്. പാർപ്പിടം അന്വേഷിക്കുന്ന തീർത്ഥാടകരെക്കുറിച്ച് അയാൾ ഒരു കള്ളനോ കൊലപാതകിയോ ആയിരിക്കുകയില്ലെന്ന് എങ്ങനെ അറിയും എന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഏതൊരു അപരിചിതനെയും ഭയപ്പെടത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവനോട് അത്രയ്ക്ക് താല്പര്യമാണോ? കള്ളന്മാരിൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിവില്ലെന്നോ? വഴിയെ പോകുന്നവൻ ഒരു കവർച്ചക്കാരനാണെന്ന് ഓർത്ത് നിങ്ങൾ ഭയപ്പെടുകയാണോ?
എന്നാൽ വീണ്ടും നേടാൻ കഴിയാത്തതിനെ അപഹരിക്കുന്ന ദുഷ്ടനായ അതിഥിയെ നിങ്ങൾക്ക് പേടിയില്ല താനും. എത്രയോ പേർ പിശാചിന് തങ്ങളുടെ ഹൃദയത്തിൽ ആതിഥ്യം നൽകുന്നു. എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും, എല്ലാവരും പ്രധാന പാപങ്ങൾക്ക് അഭയം നൽകുന്നു, എന്നാൽ അതേക്കുറിച്ച് ഭയമില്ല താനും. വിലപിടിപ്പുള്ളതായി സ്വത്തും ജീവനും മാത്രമേയുള്ളോ? നിങ്ങൾ പാപനിമിത്തം നിത്യതയെ അപഹരിക്കുകയും കൊല്ലുകയും ചെയ്യുന്നില്ലേ? നിത്യത്വത്തിന് കൂടുതൽ വിലയൊന്നും ഇല്ലേ? ഓ പാവപ്പെട്ട ആത്മാക്കൾ, വീടുകളെല്ലാം അടച്ചുപൂട്ടി കുറ്റിയിട്ട് നായ്ക്കളും ഇരുമ്പ് സൈഫുകളും കൊണ്ട് മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാത്തതിനെ എല്ലാം സംരക്ഷിക്കുന്നു. വാസ്തവത്തിൽ അവരുടെ നിധികളെല്ലാം കവർച്ചക്കാർ കൊണ്ടുപോയി അവരെ കൊല്ലുന്നവരുടെ കരങ്ങളിൽ അവർ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തീർത്ഥാടകരെല്ലാം കവർച്ചക്കാരാണെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മുടെ വീടുകൾ കടന്നു പോകുന്ന സഹോദരന്മാർക്ക് തുറന്നു കൊടുക്കേണ്ടതാകുന്നു. തീർത്ഥാടകർ നമ്മുടെ രക്തം തന്നെയല്ലേ? തീർച്ചയായും അതെ. ആദത്തിൻ്റെയും ഹൗവായുടെയും രക്തം തന്നെയാണ്. അവൻ നമ്മുടെ സഹോദരനല്ലേ? എന്തുകൊണ്ട് അല്ല? പിതാവ് എല്ലാവർക്കും ഒരുവൻ മാത്രം. ഒരു വിവാഹത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരേ രക്തം തന്നെ പിതാവ് നൽകുന്നത് പോലെ ദൈവം ഒരേ രീതിയിലുള്ള ആത്മാക്കളെയാണ് നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നത്. ഒരുവൻ ദരിദ്രനാണോ? കർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തി അവനേക്കാൾ അരൂപിയിൽ കൂടുതൽ ദരിദ്രനാകാതെ നീ സൂക്ഷിക്കുക. അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതാണോ? പാപത്താൽ നിന്റെ ആത്മാവ് കൂടുതൽ കീറിപ്പറിഞ്ഞതല്ലെന്ന് നീ ഉറപ്പുവരുത്തുക. അവൻ്റെ കാലുകളിൽ ചെളിയും പൊടിയും പറ്റിയിരിക്കുന്നു. നിന്റെ അഹം തിന്മകൾ കൊണ്ട് മലിനമാകാതിരിക്കാൻ സൂക്ഷിക്കുക. വളരെയേറെ നടന്ന് തേഞ്ഞുപോയ അവൻ്റെ മെതിയടിയേക്കാൾ നിന്റെ അഹം വൃത്തികെട്ടതാകാതിരിക്കട്ടെ. കാഴ്ചയിൽ അവൻ അരോചകം ജനിപ്പിക്കുന്നു. നിന്നെ കാണുന്നത് ദൈവത്തിന് കൂടുതൽ അരോചകമല്ലെന്ന് ഉറപ്പുവരുത്തുക. അവൻ ഒരു വിശേഷ ഭാഷയാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പട്ടണത്തിൽ നിന്റെ ഹൃദയത്തിൻ്റെ ഭാഷ ആർക്കും മനസ്സിലാകാതെ വരരുതെന്ന് ഉറപ്പുവരുത്തുക. ഓരോ തീർത്ഥാടകനിലും നിന്റെ സഹോദരനെ നീ കാണണം. നമ്മളെല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. ആ വഴിയിൽ നമ്മൾ അനേകം വാതിലുകളിൽ മുട്ടുന്നുണ്ട്. ആ വാതിലുകൾ പൂർവപിതാക്കന്മാർ, നീതിമാന്മാർ, മാലാഖമാർ, മുഖ്യദൂതന്മാർ എന്നിവരാണ്. നമ്മെ സഹായിക്കാനും സംരക്ഷിക്കാനും അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വഴിയിൽ തളർന്നു വീണു പോകാതെ, തണുത്തു മരവിച്ചു പോകാതെ, ചെന്നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും വായിൽ വീഴാതെ, ദുഷ്ടവികാരങ്ങളുടെയും പിശാചുക്കളുടെയും പിടിയിൽ അമരാതെ നമ്മെ സംരക്ഷിക്കാനാണ് മുട്ടുന്നത്. മാലാഖമാരും വിശുദ്ധന്മാരും നമ്മുടെ വഴിയിൽ സംരക്ഷണവും ശക്തിയും തന്ന് നമ്മോടുള്ള സ്നേഹം കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്കും ഈ ഭൂമിയിലെ തീർത്ഥാടകരോട് വർത്തിക്കാം. അപരിചിതനായ ഒരുവനെ അഭിവാദ്യം ചെയ്ത് ദൈവത്തെ ഓർത്ത് സഹോദര എന്ന് സംബോധന ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ വീടും കൈകളും തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ആ ഓരോ പ്രാവശ്യവും സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ അനേകം കിലോമീറ്റർ നമ്മൾ പിന്നിട്ട് കഴിയും.